കോന്നി MLA ആണ് ജനീഷ് കുമാർ. ഫോണിലാണോ? ജനീഷ് ഇപ്പോൾ നമ്മളൊപ്പം ചേരുന്നുണ്ട്. എന്താ ഒരു അപകടമാണെന്ന് അറിയാൻ സാധിച്ചു? അല്ല, ദൃക്സാക്ഷികളും അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരോടും ഒക്കെ സംസാരിച്ചിരുന്നു. അപ്പോൾ ഉറങ്ങിപ്പോവാനുള്ള ഒരു സാധ്യതയാണ് അവരെല്ലാം തന്നെ പറഞ്ഞിട്ടുള്ളത്. അതല്ലെങ്കിൽ അങ്ങനെ ഒരു അപകടം ഉണ്ടാവില്ല. ഞാൻ മറ്റേ ആന്ധ്ര അയ്യപ്പ വാഹനത്തിലുള്ള 1-2 ആളുകളോടും സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞത് അവർ രാവിലെ കാപ്പി കുടിക്കാൻ വേണ്ടി 1-2 കടയിൽ നിർത്തി ഒരു കട നോക്കി അങ്ങോട്ട് വരികയായിരുന്നു. ആ ഘട്ടത്തിലാണ് ഈ വാഹനം വന്ന് ഇടിച്ചു കയറിയിട്ടുള്ളത് എന്നാണ് അവരും പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ പരിശോധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അപകട കാരണം വ്യക്തമാക്കാൻ കഴിയൂ. ഇപ്പോൾ ഇന്നലെ വൈകിട്ട് ബിജുവിൻ്റെ വൈഫായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. ഇന്നലെ വൈകിട്ട് 10 മണിയോടുകൂടിയാണ് ഇവർ എയർപോർട്ടിലേക്ക് പോകുന്നത്. അതിനുശേഷം 2 മണിയോടുകൂടി എയർപോർട്ടിൽ നിന്ന് കണക്ട് ചെയ്ത് തിരികെ വരികയായിരുന്നു. വേറൊരു സാധ്യതയും കാണുന്നില്ല. ഒരു 7-8 കിലോമീറ്റർ കൂടെ ഉള്ളായിരുന്നു വീട്ടിലേക്ക്. അതെ, നമുക്കെല്ലാം വളരെ പ്രയാസമാണ്. കാരണം ഞാൻ ഈ പയ്യൻ്റെ കല്യാണത്തിന് 15 ദിവസം മുമ്പ് ഞാനും പങ്കെടുത്താണ്. ബിജു ഈ ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു പരിചയത്തിലാണ് ബിജു എന്നെ വിളിക്കുന്നതും ഞാനും ആ വിവാഹത്തിൽ പങ്കെടുത്താണ്. ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷമായിരുന്നു. അവിടെ കാനഡയിലാണ് പയ്യൻ. മോള് പഠിത്തം കഴിഞ്ഞ് മോളെ കൂടി കൊണ്ടുപോകണം. ആ ഒരു ആഗ്രഹത്തിലൊക്കെ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഒരു നിമിഷം കൊണ്ട് ഈ ഒരു വലിയ ദാരുണമായ സംഭവം ആ കുടുംബത്തിലുണ്ടായിട്ടുള്ളത്. കുടുംബത്തിന് മാത്രമല്ല, ആ ഒരു ഇടവകയാണ്, ആ നാട്. അവിടെ പോയപ്പം ആൾക്കാർ സംസാരിക്കുമ്പം അവരൊക്കെ തന്നെ അവരുടെ കുടുംബത്തിലെ കുറേ അംഗങ്ങളെ നഷ്ടമായതിൻ്റെ ഒരു വിഷമമാണ് അവർ പറയുന്നത്. കാര്യം ഒരേ ഇടവകയാണ്, വലിയ ആഘോഷമായിട്ടാണ് ഞങ്ങൾ കല്യാണം നടത്തിയത്, ഞങ്ങളുടെ മോനെ നഷ്ടമായെന്നൊക്കെയാണ് പറയുന്നത്. അതെ, അപ്പോൾ നിഖില് തലേ ദിവസവും കരോൾ സംഘത്തോടൊപ്പം പള്ളിയിലുണ്ടായിരുന്നു. ഇന്നലെ നിഖിലിൻ്റെ അച്ഛൻ. അപ്പോൾ ഇന്നലെ ഉണ്ടാവില്ല. വന്നതിന് ശേഷം നിഖിലും ഉൾപ്പെടെ തൊട്ടടുത്ത ദിവസം ഉണ്ടാവും. കരോൾ സംഘത്തിനും എല്ലാം പോയി ക്രിസ്മസ് ആഘോഷിക്കുക. ആ ഒരു മാനസികാവസ്ഥയിൽ അവരെല്ലാം നിൽക്കുമ്പോഴാണ് ഈ പറയുന്ന ഒരു ദാരുണമായ സംഭവം ഉണ്ടായിട്ടുള്ളത്. വലിയ പ്രയാസമാണ്, വലിയ വേദനയാണ്. നമ്മളെ സംബന്ധിച്ചുള്ള ഈ ഞായറാഴ്ച പുലർച്ചെ ഒരിക്കലും നമുക്ക് കേൾക്കാൻ കരുതിയ ഒരു വാർത്തയല്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല പ്രയാസത്തിലാണ്. തന്നെയാണ് നമ്മുടെ കോന്നി MLA ജനീഷ് കുമാറിൻ്റെ പ്രതികരണമാണ് കേട്ടത്. കാര്യം ആ കല്യാണത്തിന് വിവാഹത്തിന് അവിടെ പങ്കെടുത്തതാണ് ഈ ബിജു പി ജോർജ്. ഞാനിപ്പോൾ നിൽക്കുന്ന ജനറൽ ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു നേരത്തെ. അതുകൊണ്ട് തന്നെ ഈ പത്തനംതിട്ടയുമായി അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ട്. അതിനുശേഷമാണ് എറണാകുളത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അദ്ദേഹത്തിന് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് അവിടെ ജോലി കിട്ടുകയും അവിടെ സെക്യൂരിറ്റിയുടെ പ്രധാന ചുമതലക്കാരനായി ജോലി കിട്ടുകയും ഒക്കെ തന്നെ ചെയ്തു. അദ്ദേഹം അവിടെയാണ് ജോലി ചെയ്യുന്നത്. വിമുക്ത പഠനമാണ്. ഈ പ്രദേശത്തെ ആൾക്കാരുമായി, പത്തനംതിട്ട നഗരത്തിലെ ആൾക്കാരുമായി ആണെങ്കിലും മലശ്ശേരിയിലെ ആൾക്കാരുമായിട്ടൊക്കെ ആണെങ്കിലും വലിയ രീതിയിൽ ഒരു ബന്ധമുള്ള ഒരു കുടുംബമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവരുടെ കാര്യം പറഞ്ഞപ്പോൾ രാവിലെ ചാനലിൽ ഈ വാർത്ത വന്നതിന് തൊട്ട് പിന്നാലെ ഞങ്ങളുടെ ബിജായനാണോ അല്ലെങ്കിൽ ഞങ്ങളുടെ അച്ചായൻ ആണോ എന്ന് ചോദിച്ചിട്ടാണ് അവർ പെട്ടെന്നുള്ള ആൾക്കാർ വരുന്നത്. അവർക്കൊന്നും സംഭവിക്കില്ലേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വരുന്ന ആൾക്കാരെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ മത്തായി ഈപ്പൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം അല്പസമയം മുമ്പ് തന്നെ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ഇനി ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടക്കുന്നത് ബിജു പി ജോർജിൻ്റെതാണ്. അതിനുശേഷമായിരിക്കും നിഖിലിൻ്റെ പോസ്റ്റ്മോർട്ടം നടക്കുക. അതിനുശേഷം അനുവിൻ്റെ പോസ്റ്റ്മോർട്ടം നടക്കും. അങ്ങനെ 4 പേർ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ 12 മണി 1 മണിയോടുകൂടി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഡോക്ടർമാർ പങ്കുവെക്കുന്നത്. ദുഃഖകരമായ വാർത്ത പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്.